ഹായ്, ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി സോയ കുക്കർ ബിരിയാണി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു പിടി പുതിന, മല്ലിയില, തൈര്, പിന്നെ ഒരു മാഗി ക്യൂബ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് മസാലയെല്ലാം അതിലോട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 25 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരി നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷറെല്ലാം പോയി കുക്കറെല്ലാം തണുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഫ്ലേവർഫുൾ റൈസ് ആണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. ഞാനിതൊരു പിക്കിളും പപ്പടവും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.